പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസൽമേനിയയിലെ ഒരു മത്സരത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തയെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് റസൽമേനിയയിലെ അണ്ടർടേക്കറുടെ സ്ട്രൈക്ക് അവസാനിപ്പിക്കേണ്ടിയിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നില്ല എന്നുള്ളത് ടേക്കർ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മൂന്നാമത്തേത് ജോൺസിന പുതുതായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ഫോട്ടോയെ സംബന്ധിച്ചും അവസാനമായി പങ്കുവെക്കുന്നത് കോഡി റോഡ്സ് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് എന്താണ് പങ്കുവെച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് കോഡി റോഡ്സ് എന്ന ടോപ്പ് സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചുള്ളതാണ്. കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ കുറച്ച് മുൻപത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 40ാമത്തെ വയസ്സെത്തുമ്പോൾ റിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. കാരണം കുടുംബത്തിൻ്റെ ഒപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് 40 വയസ്സ് എന്നുള്ള ആ ഒരു ഏജിൽ റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്ലാൻ താൻ എടുക്കുന്നത് എന്നാണ് കോഡി അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ കോഡി റോഡ്സ് അതിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. കോഡി റോഡ്സ് പങ്കുവെക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞിട്ടും താൻ റിങ്ങിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം WWE കോൺട്രാക്റ്റ് പുതുക്കി അത് ഒരു മൾട്ടി ഇയർ ഡീലാണെന്നും അത് തൻ്റെ 40 വയസ്സ് കടന്നു പോകുന്ന ഒരു കോൺട്രാക്റ്റ് ആണെന്നും കോഡി റോഡ്സ് പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോഴാണ് തൻ്റെ കരിയറിലെ പീക്ക് ടൈമിൽ താൻ എത്തിയത് എന്നുള്ളതും കോഡി പറയുന്നുണ്ട്. റസൽമേനിയ 40-ൽ 2 മത്സരങ്ങളാണ് കോഡി റോഡ്സിനുള്ളത്. ആദ്യത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ കോഡി റോഡ്സും സെത്തും ടാഗ് ടീം മത്സരത്തിൽ റോക്ക്, റോമൻ റെയിൻസ് തുടങ്ങിയവരെ നേരിടുന്നു. രണ്ടാമത്തെ ദിവസത്തിൽ റോമൻ റെയിൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് കോഡി റോഡ്സ് ചലഞ്ച് ചെയ്യുന്നു. വലിയ വഴികളാണ് ഇനി കോഡി റോഡ്സിൻ്റെ മുന്നിൽ ബാക്കി നിൽക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽമേനിയയിലെ ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. റസ്ലിംഗ് ഒബ്സർവറായ ഡേം വെൽസറിൻ്റെ പുതിയൊരു റിപ്പോർട്ടിൽ ഡേം വെൽസർ പങ്കുവെക്കുന്നത് അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയവരെ മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ക്വാളിഫൈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഈ ടീമിന് ലേറ്റർ മത്സരത്തിലേക്കുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയ അവരുടെ ടീമിനെ മാറ്റുന്നത് എന്നുള്ളതിൻ്റെ കാരണം മെൽസർ പങ്കുവച്ചിട്ടില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് ബാക്ക് സ്റ്റേജിൽ ഒരു മീറ്റിംഗ് WWE ക്രിയേറ്റീവ് ടീമിന് ഇടയിൽ വിളിച്ചിട്ടുണ്ടെന്നാണ് ഡേം മെൽസർ പങ്കുവെക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റ് ഇതിഹാസ WWE താരമായ ദി അണ്ടർടേക്കർ അദ്ദേഹത്തിൻ്റെ സർവ്വകാല റെക്കോർഡായ റസൽമേനിയയിലെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് അവസാനിപ്പിക്കേണ്ടിയിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നില്ല എന്നുള്ളത് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ആ ഒരു റെക്കോർഡ് ബ്രേവൈറ്റ് അവസാനിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ബ്രേവൈറ്റിൻ്റെ ക്യാരക്ടറിന് അത് കൂടുതൽ ഗുണം ചെയ്യുമായിരുന്നു എന്നുള്ളതും ഇപ്പോൾ അണ്ടർടേക്കർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്നാൽ ബ്രോക്ക് ലെസ്നറുടെ പേര് മെൻഷൻ ചെയ്യാതെയാണ് അണ്ടർടേക്കർ ഈ ഒരു കാര്യം പറയുന്നത്. ബ്രോക്കിന് പകരം റോമൻ റെയിൻസിൻ്റെ പേരാണ് അണ്ടർടേക്കർ മെൻഷൻ ചെയ്യുന്നത്. അതായത് റോമൻ റെയിൻസ് തൻ്റെ സ്ട്രീക്ക് അവസാനിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഗുണം ബ്രേവൈറ്റ് അവസാനിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അണ്ടർടേക്കർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രോക്ക് ലെസ്നർ ആയിരുന്നു അണ്ടർടേക്കറുടെ ആ ഒരു സ്ട്രീക്ക് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നറും WWE തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലമാണോ അണ്ടർടേക്കർ ഇൻ്റർവ്യൂവിൽ മനഃപൂർവ്വം ആ ഒരു സ്ട്രീക്ക് അവസാനിപ്പിച്ചത് റോമൻ റെയിൻസിൻ്റെ പേരിലേക്ക് ഇട്ടുകൊടുത്തത് എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ നിലവിൽ എല്ലാ താരങ്ങളും ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. കൂടാതെ അണ്ടർടേക്കറിൻ്റെ അഭിപ്രായം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബ്രേവൈറ്റ് ആയിരുന്നോ അണ്ടർടേക്കറുടെ ആ ഒരു സ്ട്രീക്ക് അവസാനിപ്പിക്കേണ്ടിയിരുന്ന യഥാർത്ഥ WWE താരം എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ബ്രേവൈറ്റ് എന്തായാലും നിലവിൽ നമ്മുടെ കൂടെ ഇല്ല. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ജോൺസിന് ഇൻസ്റ്റഗ്രാമിൽ പുതുതായി പങ്കുവച്ചിട്ടുള്ള ഒരു ഫോട്ടോയെ സംബന്ധിച്ചാണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ പിക്ചറാണ് ജോൺസിന പങ്കുവച്ചിരിക്കുന്നത്. പതിയെ പോലെ ക്യാപ്ഷൻ ഒന്നും ജോൺസിന കൊടുത്തിട്ടില്ല. റോമൻ റെയിൻസിൻ്റെ ഈ ഒരു പിക്ചർ പങ്കുവച്ചതിൽ എന്ത് പ്രത്യേകത ആണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ റോമൻ റെയിൻസും കോഡി റോഡ്സും തമ്മിലുള്ള റസൽമേനിയയിലെ രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ കോഡി റോഡ്സിനെ സഹായിക്കാൻ വേണ്ടി ജോൺസിന പോലെയുള്ള ടോപ്പ് സ്റ്റാർസ് വരും എന്നുള്ളൊരു റൂമർ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് റോമൻ റെയിൻസിൻ്റെ പിക്ചറും സീന പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ റസൽമേനിയയിൽ രണ്ടും കൽപ്പിച്ച് ജോൺസിന വരാനും കോഡി റോഡ്സിനെ സഹായിക്കാനും സാധ്യതകൾ കൂടുതലാണെന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ജോൺസിനയുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പിക്ചർ ഇപ്പോൾ തന്നെ റെസ്ലിംഗ് ലോകത്ത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതിനു മുൻപും അദ്ദേഹം ഇത്തരത്തിൽ റെസ്ലിംഗ് താരങ്ങളുടെ പിക്ചേഴ്സ് പങ്കുവെച്ച് പിന്നീട് തിരിച്ചു വന്ന ഒരു ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺസിനയുടെ ഈ ഒരു പിക്ചർ ഒരു നോർമൽ ടൈപ്പ് പോലെ നമുക്ക് ഈ ഒരു സമയത്ത് തള്ളിക്കളയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.